Ruth chapter 3 and 4 MMBS exam 2025. Question number 1. മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? ആര് ആരോട് പറഞ്ഞു? നവോമി രൂത്തിനോട് പറഞ്ഞു. Chapter 3 verse 1. Question number 2. കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെന്നത് ആര്? രൂത്ത്. Chapter 3 verse 3. Question number 3. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ആര് ആരെ കാണരുത്? ബോവസ് രൂത്തിനെ കാണരുത്. Chapter 3 verse 3. Question number 4. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ ഡാഷ് പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. കാലിന്മേലുള്ള. Chapter 3 verse 4. Question number 5. നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം എന്ന് ആര് ആരോട് പറഞ്ഞു? രൂത്ത് നവോമിയോട് പറഞ്ഞു. Chapter 3 verse 5. Question number 6. അങ്ങനെ അവൾ ഡാഷ് ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു. കളത്തിൽ ചെന്ന്. Chapter 3 verse 6. Question number 7. ബോവസ് തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം എവിടെയാണ് ചെന്ന് കിടന്നത്? യവകൂമ്പാരത്തിന്റെ ഒരു വശത്ത്. Chapter 3 verse 7. Question number 8. അർദ്ധരാത്രിയിൽ ഞെട്ടിത്തിരിഞ്ഞ പുരുഷൻ ആര്? ബോവസ്. Chapter 3 verse 8. Question number 9. എന്ത് കണ്ടിട്ടാണ് അർദ്ധരാത്രിയിൽ ബോവസ് ഞെട്ടിത്തിരിഞ്ഞത്? തൻ്റെ കാൽ കീഴിൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടിട്ട്. Chapter 3 verse 8. Question number 10. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്. നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് രൂത്ത് ആരോട് പറഞ്ഞു? രൂത്ത് ബോവസിനോട് പറഞ്ഞു. Chapter 3 verse 9. Question number 11. മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കുകയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ബോവസ് രൂത്തിനോട് പറഞ്ഞു. Chapter 3 verse 10. Question number 12. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം. നീ ഡാഷ് എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഉത്തമശ്രീ. Chapter 3 verse 11. Question number 13. ഞാൻ നിന്റെ ഡാഷ് എന്നത് സത്യം തന്നെ, എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. വീണ്ടെടുപ്പുകാരൻ. Chapter 3 verse 12. Question number 14. അങ്ങനെ അവൾ ഡാഷ് അവൻ്റെ കാൽക്കൽ കിടന്നു രാവിലെ വരെ. Chapter 3 verse 14. Question number 15. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്കുക എന്ന് ആര് ആരോട് പറഞ്ഞു? ബോവസ് രൂത്തിനോട്. Chapter 3 verse 15. Question number 16. നിന്റെ കാര്യം എന്തായി മകളെ എന്ന് ആര് ആരോട് ചോദിച്ചു? നവോമി രൂത്തിനോട് ചോദിച്ചു. Chapter 3 verse 16. Question number 17. അമ്മായി അമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് പറഞ്ഞ് എന്താണ് ബോവസ് രൂത്തിന് കൊടുത്തത്? 6 ഇടങ്ങഴി യവം. Chapter 3 verse 17. Question number 18. എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് ആര് ആരോട് പറഞ്ഞു? നവോമി രൂത്തിനോട് പറഞ്ഞു. Chapter 3 verse 18. Chapter 4. Question number 1.
വീണ്ടെടുപ്പുകാരനെ കാണുന്നതിന് വേണ്ടി ബോവസ് എവിടെയാണ് ചെന്നിരുന്നത്? പട്ടണവാതിൽക്കൽ. ചാപ്റ്റർ 4 വേഴ്സ് 1. ക്വസ്റ്റ്യൻ നമ്പർ 2. ബോവസ് പട്ടണത്തിലെ മൂപ്പന്മാരിൽ എത്ര പേരെയാണ് വരുത്തിയത്? 10 പേരെ. ചാപ്റ്റർ 4 വേഴ്സ് 2. ക്വസ്റ്റ്യൻ നമ്പർ 3. മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ ഡാഷിന്റെ വയൽ വിൽക്കുന്നു. എലിമേലേക്കിന്റെ. ചാപ്റ്റർ 4 വേഴ്സ് 3. ക്വസ്റ്റ്യൻ നമ്പർ 4. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക എന്ന് ആരോട് പറഞ്ഞു? ബോവസ് വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞു. ചാപ്റ്റർ 4 വേഴ്സ് 3. ക്വസ്റ്റ്യൻ നമ്പർ 5. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക. നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല എന്ന് ആരോട് പറഞ്ഞു? ബോവസ് വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞു. ചാപ്റ്റർ 4 വേഴ്സ് 4. ക്വസ്റ്റ്യൻ നമ്പർ 6. നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ ഡാഷിനെയും വാങ്ങേണം എന്ന് പറഞ്ഞു. മോവാബി സ്ത്രീയായ രൂത്തിനെയും. ചാപ്റ്റർ 4 വേഴ്സ് 5. ക്വസ്റ്റ്യൻ നമ്പർ 7. എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടതിന് നീ വീണ്ടെടുത്തു കൊള്ളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ന് ആരോട് പറഞ്ഞു? വീണ്ടെടുപ്പുകാരൻ ബോവസിനോട്. ചാപ്റ്റർ 4 വേഴ്സ് 6. ക്വസ്റ്റ്യൻ നമ്പർ 8. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്ന ചട്ടമെന്ത്? ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത്. ചാപ്റ്റർ 4 വേഴ്സ് 7. ക്വസ്റ്റ്യൻ നമ്പർ 9. എലീമേലേക്കിനുള്ളതൊക്കെയും കില്യോനും മഹളോനുള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. ആര് സാക്ഷികളാകുന്നു എന്നാണ് ബോവസ് പറഞ്ഞത്? മൂപ്പന്മാരും സകല ജനവും. ചാപ്റ്റർ 4 വേഴ്സ് 9. ക്വസ്റ്റ്യൻ നമ്പർ 10. മഹ്ലോന്റെ ഭാര്യ ആര്? മോവാബി സ്ത്രീയായ രൂത്ത്. ചാപ്റ്റർ 4 വേഴ്സ് 10. ക്വസ്റ്റ്യൻ നമ്പർ 11. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ആര്? റാഹേലും ലേയയും. ചാപ്റ്റർ 4 വേഴ്സ് 11. ക്വസ്റ്റ്യൻ നമ്പർ 12. എഫ്രാത്തയിൽ നീ ഡാഷും ബേത്ത്ലഹേമിൽ വിസ്തൃതനുമായിരിക്കുക. പ്രബലനും. ചാപ്റ്റർ 4 വേഴ്സ് 11. ക്വസ്റ്റ്യൻ നമ്പർ 13. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ ഡാഷ് പ്രസവിച്ച ഫേരസിന്റെ ഗ്രഹം പോലെ ആയിരിക്കട്ടെ. യഹൂദയ്ക്ക്. ചാപ്റ്റർ 4 വേഴ്സ് 12. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും എന്ന് ആരോട് പറഞ്ഞു? സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു. ചാപ്റ്റർ 4 വേഴ്സ് 14 and 15. ക്വസ്റ്റ്യൻ നമ്പർ 15. 7 പുത്രന്മാരെക്കാൾ ഉത്തമ ആയിരിക്കുന്നത് ആര്? രൂത്ത്. ചാപ്റ്റർ 4 വേഴ്സ് 15. ക്വസ്റ്റ്യൻ നമ്പർ 16. രൂത്തിന്റെ പുത്രന് ധാത്രിയായി തീർന്നത് ആര്? നവോമി. ചാപ്റ്റർ 4 വേഴ്സ് 16. ക്വസ്റ്റ്യൻ നമ്പർ 17. ബോവസ് രൂത്ത് ദമ്പതികളുടെ പുത്രൻ ആര്? ഒബേദ്. ചാപ്റ്റർ 4 വേഴ്സ് 17. ക്വസ്റ്റ്യൻ നമ്പർ 18. ബോവസിന്റെ പിതാവിന്റെ പേരെന്ത്? സൽമോൻ. ചാപ്റ്റർ 4 വേഴ്സ് 20. ഫേരസിന്റെ മകൻ ഹെസ്രോൻ, ഹെസ്രോന്റെ മകൻ രാം, രാമിന്റെ മകൻ അമ്മീനാദാബ്, അമ്മീനാദാബിന്റെ മകൻ നഹശോൻ,
നഹശോന്റെ മകൻ സൽമോൻ, സൽമോന്റെ മകൻ ബോവസ്, ബോവസിന്റെ മകൻ ഒബേദ്, ഒബേദിന്റെ മകൻ ഇഷായ്, ഇഷായുടെ മകൻ ദാവീദ്.